ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് ഹരിയാന. ആകെ ലോക്സഭാ സീറ്റുകൾ 10 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ 10 സീറ്റും BJP ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. കോൺഗ്രസിന് 0 സീറ്റാണ് ഈ ഡൽഹിയിലേതിന്. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് 2019 ഉണ്ടായിരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ BJP 7 കോൺഗ്രസ് 1 INLD 2 എന്നതായിരുന്നു നില. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസിന് 9 HJCക്ക് 1 എന്നതായിരുന്നു സാഹചര്യം. അന്ന് ചിത്രത്തിലേ ഉണ്ടാകാതിരുന്ന BJP ആണ് തൊട്ട് അടുത്ത വർഷം മുതൽ അവിടെ ഏറ്റവും ഭൂരിപക്ഷം സീറ്റുകൾ കയ്യിൽ വെച്ചിരുന്നത്. 2019 ആയപ്പോൾ പൂർണ്ണമായും BJPയുടെ കയ്യിലാണ്. പക്ഷേ ഇത്തവണ അവിടെ നിയമസഭയിലേക്കുൾപ്പെടെ സംസ്ഥാന മന്ത്രിസഭയെ തന്നെ തൂക്കുസഭയാക്കിക്കൊണ്ട് നിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾ ഉള്ള സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ് BJPയെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായാലും അവിടെ സംസ്ഥാന ഭരണത്തെ വലിയ രീതിയിൽ നിർണ്ണയിക്കുന്നത് കൂടിയാകും. അപ്പോൾ ഇപ്പോൾ BJPക്ക് ഏറ്റിരിക്കുന്ന ഈ തിരിച്ചടി, സഖ്യം പിളർന്ന് പിന്തുണ പിൻവലിച്ച് നിൽക്കുന്ന ഈ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? രേണുക, ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഡൽഹിയെ പോലെ സമ്പൂർണ്ണ വിജയം നേടിയ സ്ഥലമാണ്. ഹരിയാനയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ലോക്സഭയെ മാത്രമല്ല, ഇനി ഒരു 5 മാസത്തിനുള്ളിൽ നടക്കേണ്ട, കഴിഞ്ഞ ഒക്ടോബറിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്. ഹരിയാന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവിടുത്തെ അടുത്ത ഭരണത്തിൽ ആര് വരണം എന്നതുകൂടി നിർണ്ണയിക്കുന്നതാണ്. ഹരിയാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെതായിരുന്നു, മറ്റൊന്ന് INLDയുടേതായിരുന്നു. നമ്മൾ ആലോചിക്കണം, താവു ദേവിലാലിന്റെ സ്ഥലമാണ് ഹരിയാന. ദേവിലാലിന്റെ മക്കളായ ഓംരാജ് ചൗത്താലയാണ് തവണ അവിടെ ഉപപ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഓംരാജ് ചൗത്താല. അദ്ദേഹം പലതവണ അവിടെ മുഖ്യമന്ത്രിയായിരുന്നതാണ്. അവിടുത്തെ ഈ ജാട്ട് രാഷ്ട്രീയത്തിലെ ആ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓംരാജ് ചൗത്താലയുടെ കൊച്ചു മകനാണ് ഈ ദുഷ്യന്ത് ചൗത്താല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന്റെ പരമ്പരാഗതമായി തന്നെ അവിടെ INLD എന്ന് പറയുന്ന ഒരു കാലത്ത് ജനതാ പാർട്ടി ആയിരുന്നു. ജനതാ പാർട്ടി അവിടുന്ന് ജനതാദളിൽ നിന്ന് വേർപെട്ടാണ് അവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കുന്നത്. അതിനുശേഷവും ഒക്കെ അവിടുത്തെ പല പിളർപ്പുകളൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനത്തെ പിളർപ്പാണ് ഈ JJP എന്ന് പറയുന്നത്, ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഓംരാജ് ചൗത്താലയുടെ കൊച്ചുമകൻ രൂപീകരിച്ച പാർട്ടി. അയാൾ 36ാമത്തെ വയസ്സിൽ തന്നെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായ ആളാണ്. 36 വയസ്സുകാരനെ നമ്മൾ സ്വാഭാവികമായിട്ടും കുറെ കൂടി അഗ്രസീവായ തീരുമാനങ്ങളുണ്ട്. അവിടുത്തെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജാട്ട് വോട്ട് പ്ലസ് കർഷക സമരങ്ങളൊക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക സമരം നടക്കുമ്പോൾ ആ കർഷക സമരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരികയും കർഷക സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒന്ന് പശ്ചിമ UPയിൽ നിന്നുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ്. ഈ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലെ കർഷക വോട്ടുകൾ അവർക്ക് അവിടെയാണ് 2019 ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തും പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും വന്ന് അതിർത്തികളിൽ കിടന്ന് വലിയ സമരം നടത്തി തന്നെ. കഴിഞ്ഞ പക്ഷേ UPയെ സംബന്ധിച്ച് കഴിഞ്ഞ കർഷക സമരത്തിന് തൊട്ടു പിന്നാലെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമ UPയിൽ ഒരു കാരണവശാലും അവർക്ക് കർഷക പാർട്ടികൾക്കൊന്നും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒന്നും നേട്ടമുണ്ട്. ഇന്ത്യ മുന്നണിയല്ല, ഈ പാർട്ടികൾക്കൊന്നും നേട്ടമുണ്ടാക്കാൻ BJPക്കായിരുന്നു വലിയ നേട്ടമുണ്ടായത്. പക്ഷേ പിന്നീട് വീണ്ടും അന്ന് കൊടുത്ത ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിഷയം നിൽക്കുന്നു. അവിടെയാണ് ഈ JJP ഇപ്പോൾ അതുവരെ സർക്കാരിന്റെ ഭാഗമായിരുന്ന 10 MLAമാരാണ് JJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് അവിടെ ഒരു സർക്കാരിന് BJP സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം BJPക്ക് ഒപ്പം നിന്നാൽ സീറ്റ് ഷെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വിഷയം, BJPക്ക് ഒരു സീറ്റും കൊടുത്തില്ല, കഴിഞ്ഞ തവണയും കൊടുത്തില്ല, ഇപ്പോൾ അവർ ആവർത്തിച്ച് ചോദിച്ചിട്ടും കൊടുത്തില്ല എന്നൊരു സാഹചര്യം. ഈ തവണ സീറ്റ് ഷെയറിംഗ് അല്ല യഥാർത്ഥത്തിൽ വിഷയം. അവർക്ക് സീറ്റ് കിട്ടുമല്ലോ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJPക്കൊപ്പം നിൽക്കുന്നോ മാറി നിൽക്കുന്നോ എന്നുള്ളതാണ് വിഷയം. BJPയെ ഇത്തവണ അവിടെ വീഴ്ത്താൻ കഴിഞ്ഞാൽ, പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ, സ്വാഭാവികമായും കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരം, അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇതിനെ മുഴുവൻ ഇവർക്ക് ന്യായീകരിക്കേണ്ടി വരും. ആ ന്യായീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതെ ചെറുപ്പക്കാരനായ ഒരാൾ നേതാവ് നിൽക്കുന്നു. അവിടുത്തെ ജാട്ട് വിഭാഗത്തിന്റെ വലിയ പ്ലാനൊക്കെ ഗംഭീരമാണ് കിരൺ. പക്ഷേ അപ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ JJPക്കുള്ളിൽ 2 വിഭാഗമായി അവർ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ്. പകുതി പേർ, 4-5 പേരുടെ പിന്തുണ BJP അവകാശപ്പെടുന്നുണ്ട്, അവർ തങ്ങൾക്കൊപ്പമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴൊരു നേരിട്ട് തന്നെ ദുഷ്യന്ത് ചൗത്താല വന്നിട്ട് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുപോകാം, ഞങ്ങൾ പിന്തുണ നൽകാം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് അത്തരമൊരു നിലപാടിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം BJPയെ സംബന്ധിച്ച് ഇതിനെയൊക്കെ പിളർത്താൻ ശേഷി BJPക്കുണ്ട്. അങ്ങനെ ഒരു പരാജയം ഉണ്ടാവേണ്ടതില്ല. ഈ നിലപാടുമായി ഈ പാർട്ടി നിന്നു കഴിഞ്ഞാൽ
നാളെ അവിടെ ഒരു അവിശ്വാസ പ്രമേയത്തിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ MLA-മാർ അപ്പുറത്ത് പോകുന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്നില്ല. MLA-മാർ അപ്പുറത്ത് പോവുകയും ഈ പറയുന്നത് പോലെ വിശ്വാസ പ്രമേയത്തിൽ BJP വിജയിക്കുകയും അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിൽ BJP പരാജയപ്പെടുത്തുകയും അതിനുശേഷമായി MLA-മാർ രാജിവെച്ച് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ഒക്കെ ചെയ്താൽ അത് BJP-യുടെ വിജയമായി മാറും. അതുകൊണ്ടാണ് വളരെ തന്ത്രപരമായ നിലപാട് എനിക്ക് തോന്നുന്നു അവിടെ സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് പരമ്പരാഗതമായി വേരോട്ടമുള്ള സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ അടക്കം വന്ന് മത്സരിച്ചിട്ടുള്ള ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ മാത്രമല്ല കുമാരി ഷെൽജയെ പോലെ അവിടുത്തെ ഒരു വലിയ വിഭാഗം വരുന്ന ഒരു ജാതി വിഭാഗത്തെ അടക്കം വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടി അവിടെ എത്തിയിരിക്കുന്നു. ഇവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ തരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു മത്സരം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു മത്സരത്തിലേക്ക് കോൺഗ്രസ് വരുന്നുണ്ട്. ഇത് BJP-യെ സംബന്ധിച്ച് ഒരേ സമയം തന്നെ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് മാത്രമല്ല JJP-യുടെ ഒരു ഭിന്ന നിലപാടുകൾ കൊണ്ട് അവിടുത്തെ ജാട്ട് വോട്ടുകളിൽ കർഷക വോട്ടുകളിൽ മാറ്റം ഉണ്ടാവരുത്. അത് BJP-യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അവിടെ BJP യഥാർത്ഥത്തിൽ അവിടെ നിലവിൽ ഒരു പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയെ BJP അതിജീവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കിരൺ, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഖട്ടാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനാണ് പോയത്. കർണാലിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുക കൂടിയാണ്. അപ്പോൾ വലിയ ദൗത്യമാണ് അവിടെ ഖട്ടാറിനെ BJP ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ. ഇതുവരെ ദൗത്യമാണ് പറയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ നൈനയെ തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. കർഷകരുടെ വലിയ രോഷമുണ്ടാകും. അവിടെ നിന്ന് ജയിക്കുക, ഒപ്പം കഴിഞ്ഞ തവണ 10-ൽ 10 എന്നുള്ളത് ആവർത്തിക്കുക എന്ന ദൗത്യം. ഇതേ സമാനമായ രീതിയിലായിരുന്നു പണ്ട് ഡൽഹിയിലെ ഭരണത്തിൽ അന്ന് അവിടെ സുഷമ സ്വരാജിനെ കൊണ്ടുവരുന്നു. പക്ഷെ അന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അത് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റി. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വികാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ കുറയ്ക്കുക. പുതിയൊരു മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും അയാൾ കുറച്ചു കാലത്തേക്ക് ഒരു വളരെ ലേറ്റ് ആയിട്ടാണ്. ഇതിപ്പോ മാത്രമല്ല പിന്തുണ പിൻവലിക്കുകയും ചെയ്ത ഘട്ടത്തിൽ 2 മാസത്തെ കാലാവധി മാത്രമാണ് ഉണ്ടായത്. ആ തരത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ BJP ആണ് കൂടുതൽ മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തി മാറ്റുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തെങ്കിൽ BJP ഭരണത്തെ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹരിയാനയിലാണ്. അത് ദുഷ്യന്ത് ചൗത്താല എന്ന് പറയുന്ന ഈ ഓംപ്രകാശ് ചൗത്താലയുടെ കൊച്ചുമകൻ സ്വീകരിച്ച 36 വയസ്സുകാരനായ ഒരാൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് തന്നെയാണ്. ആ നിലപാട് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ വിജയിച്ചാലും ഇല്ലെങ്കിലും ദുഷ്യന്ത് ചൗത്താലയെ സംബന്ധിച്ച് ദുഷ്യന്ത് ചൗത്താലയ്ക്ക് മുന്നിൽ ഒരുപാട് കാലം മുന്നിൽ നിൽപ്പുണ്ട്. വയസ്സ് വളരെ കുറവാണ്. അങ്ങനെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഭാവിയിലായാലും ഇപ്പോൾ പരാജയപ്പെട്ടാലും ഭാവിയിലായാലും ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ കിരൺ പറഞ്ഞതുപോലെയുള്ള ഒരു തരത്തിലുള്ള ആ പാറ്റേണിലുള്ള വോട്ടെടുപ്പ് സാധ്യമാകും. പക്ഷേ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കാൻ ഉള്ള സമീപനം ഹരിയാനയിലെ ജനങ്ങൾ കൂടി സ്വീകരിക്കുകയാണ്. ഈ JJP ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് JJP സ്വീകരിക്കുന്നത് BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള നിലപാടായിരിക്കും. സ്വാഭാവികമായി സഖ്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി ആ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ മറ്റു സഖ്യത്തിൽ അവർ ചേർന്നിട്ടുമില്ല, അവർ കോൺഗ്രസുമായി സഖ്യത്തിലില്ല. അപ്പോൾ അവരുടെ നിലപാട് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് അവരുടെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഞങ്ങളില്ലെങ്കിൽ BJP-ക്ക് ജയിക്കാനാവില്ല, അത് തെളിയിക്കുക. അപ്പോൾ അതിനുള്ള ശക്തി JJP-ക്കുണ്ട്. JJP ഇത്തവണ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ അജണ്ട തന്നെ അതായിരിക്കും. BJP-യെ ഏതെങ്കിലും വിധേന പരമാവധി സീറ്റുകൾ, ഈ 10 സീറ്റുകളുണ്ടെങ്കിൽ പരമാവധി സീറ്റുകളിൽ BJP-യെ വീഴ്ത്തുക. BJP-യെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസുമായിട്ട് വേണമെങ്കിലും JJP-ക്ക് ഒരു സഖ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പൊ ശക്തി തെളിയിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ശക്തി തെളിയിക്കാനായ ഈ സീറ്റ് ഷെയറിംഗിന്റെ കാര്യത്തിലൊക്കെ BJP-ക്ക് വന്ന ഒരു പാളിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന ഒരു പാളിച്ചയായിട്ട് വേണമോ കാണാൻ? കാരണം 10-ൽ 10 ഉറപ്പാക്കുക, തങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ സാധ്യമാകും എന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് BJP പോയിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ? ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർക്കാരിനെ തന്നെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ട് പോലും സീറ്റുകൾ അനുവദിക്കാൻ അവർ തീർത്തും തയ്യാറായല്ലോ. ഒരു സീറ്റ് വേണമെങ്കിൽ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു പ്രധാനപ്പെട്ട വിഷയം BJP-യെ സംബന്ധിച്ച് BJP ഏത് സംസ്ഥാനത്തായാലും അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വാധീനമുള്ള നേതാക്കളെ അല്ലെങ്കിൽ അത്തരം പാർട്ടികളെ ഒരു പരിധിക്കപ്പുറം വളരെ അനുവദിക്കാറില്ല. അത് ഏത് സംസ്ഥാനം നോക്കിയാലും മനസ്സിലാകും കൃത്യമായിട്ടും. BJP-യുടെ ഇപ്പോൾ പരമ്പരാഗതമായി BJP-യുടെ 2 അലയാണ് ഉണ്ടായിരുന്നത്. അത് ഒന്ന് ശിവസേനയും ഒന്ന് ശിരോമണി അകാലിദളുമായിരുന്നു. ആ ഒരു ഹിന്ദുത്വ ഐഡിയോളജിയുമായി ബന്ധപ്പെടാൻ ഈ 2 പാർട്ടികളുടെയും ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. BJP-യെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് മറ്റൊരു പാർട്ടിയെ വളരാൻ അനുവദിക്കുന്നില്ല. ഹരിയാനയെ സംബന്ധിച്ച് അവരുടെ ഭീഷണിക്ക് വഴങ്ങുകയില്ല. അവരുടെ ഭീഷണിക്ക് വഴങ്ങും. അതൊരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. പക്ഷെ എല്ലായിടത്തും വിജയിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ വിജയിക്കുമോ ഇല്ലയോ എന്നത് ശരി. എന്തായാലും നമുക്ക്
കാത്തിരുന്ന് കാണാം. ഹരിയാനയിലെ 10, ഡൽഹിയിലെ 7, അങ്ങനെ 17 സീറ്റുകളാണ് നിർണായകമായ 17 സീറ്റുകളുടെ അവലോകനമാണ് നമ്മൾ നടത്തിയത്. എന്തായാലും ആറാം ഘട്ടത്തിൽ ആർക്കും പൂർണ്ണമായും ബി.ജെ.പി. ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലം അവിടെ ഈ 17 സീറ്റുകളിൽ എന്തായാലും ബി.ജെ.പി. ജയിക്കും എന്ന് ബി.ജെ.പിക്ക് പോലും എൻ.ഡി.എ ക്യാമ്പിന് പോലും അത്തരം ഉറപ്പില്ലാത്ത ഇടങ്ങളാണ് എന്നതാണ്. എന്തായാലും ശക്തമായ മത്സരം നടക്കുന്ന ആറാം ഘട്ടത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന 17 മണ്ഡലങ്ങളാണ് ഡൽഹിയിലും ഹരിയാനയിലുമായുള്ളത്. എല്ലാം ബി.ജെ.പിക്ക് സ്വന്തമായിരുന്ന എൻ.ഡി.എക്ക് സ്വന്തമായിരുന്ന മണ്ഡലങ്ങളാണ്. എന്ത് മാറ്റം ഇക്കുറി സംഭവിക്കുമെന്നത് കാത്തിരുന്നതിന് കാരണം 25-നാണ് ജനങ്ങൾ വിധിയെഴുതുക. മറ്റ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇനി പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ നാളെ. നമസ്കാരം.